Hello everyone, welcome to 824 channel. I am Anjal BK. I am discussing about the topic in the channel coronavirus or COVID-19. Worldwide spread a deadly virus. World media, full media news, all topic in the channel coronavirus. Approximately March, February, March, our time period started coronavirus spread worldwide. November തൊട്ടേ ചൈനയിലുണ്ട് ബട്ട് നമുക്കൊരു ഫെബ്രുവരി ജാനുവരി ലാസ്റ്റ് ഫെബ്രുവരി സ്റ്റാർട്ടിങ് ടൈമിൽ ഇതാണ് വേൾഡ് വൈഡ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരുന്നത്. സോ ഇപ്പോൾ വേൾഡ് വൈഡ് സിവിയർ ആയിട്ട് എഫക്ട് ചെയ്തിരിക്കുകയാണ്. ന്യൂസിലാൻഡ് മാത്രമാണ് ഇപ്പോൾ റിക്കവർ ആയിട്ടുള്ളത് കൊറോണ വൈറസ് നിന്ന്. ഈ കൊറോണ വൈറസ് എങ്ങനെ കോസ് ചെയ്യുന്നു, എങ്ങനെ വരുന്നു ആർക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് ബേസിക്കലി അറിയുന്നത് ചൈനയിൽ നിന്നാണ് ഇതിന്റെ ഒറിജിൻ. ചൈന വുഹാൻ നിന്നാണ് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ വന്നത്. അങ്ങനെയുള്ള ഐഡിയ ഉള്ളൂ. ഇതിന്റെ ഒറിജിൻ അങ്ങനെയുള്ള ഐഡിയാസ് ഒന്നും നമുക്ക് ബേസിക്കലി ഇല്ല. സോ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കൊറോണ വൈറസിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് ഇതിന്റെ ഒറിജിൻ? ആക്ച്വലി 55 ബില്യൺ ഇയേഴ്സ് അഗോ നമ്മുടെ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വൈറസ് ആണ് കൊറോണ വൈറസ്. സോ ഇത് ആക്ച്വലി ഇത് പുതിയ വൈറസ് ആണെന്ന് ചോദിച്ചാൽ പുതിയ വൈറസ് അല്ല. ഇതൊരു കൊറോണ വൈറസ് ഫാമിലിയിൽപ്പെട്ടൊരു ടൈപ്പ് ഓഫ് വൈറസ് ആണിത്. ആക്ച്വലി 7th ടൈപ്പ് ഓഫ് വൈറസ് ആണിത്. ഈ കൊറോണ വൈറസ് തന്നെ 4 ഗ്രൂപ്പ്സ് ഉണ്ട്, ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ. ഈ 4 ഗ്രൂപ്പ്സ് തന്നെ സബായിട്ട് ഓരോ ഇതിൽ പെടുന്നതായിട്ട് സബായിട്ട് കുറെ ടൈപ്സ് ഉണ്ട്. ബേസിക്കലി നമുക്ക് ഹ്യൂമൻ നോളജിൽ ആദ്യമേ ഉണ്ടായിരുന്നു ഈ COVID-19 മുന്നേ ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് വൈറസ് കൊറോണ വൈറസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 229 അത് ആൽഫ ഗ്രൂപ്പ് പെട്ടതായിരുന്നു. NL63 അതും ആൽഫ. OC43 അത് ബീറ്റ ഇതിൽ പെട്ടതായിരുന്നു. HKUL അതും ബീറ്റ. പിന്നെ MERS-CoV, SARS-CoV അത് ഗാമ ആൻഡ് ഡെൽറ്റ ആ ഒരു ഗ്രൂപ്പ് പെട്ടതായിരുന്നു ഈ ടൈപ്പ് ഓഫ് വൈറസസ്. സോ ഇതൊക്കെയായിരുന്നു നമുക്ക് ബേസിക്കലി ഉണ്ടായിരുന്ന 6 ടൈപ്പ് ഓഫ് കൊറോണ വൈറസ്. ഇപ്പൊ പുതിയതായി ചൈന വുഹാൻ കണ്ടെത്തി ഇപ്പൊ വേൾഡ് വൈഡ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് 7th ടൈപ്പാണ്, ഒരു പുതിയ ടൈപ്പാണ്. ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ചൈന വുഹാനിൽ ഒരു ആനിമൽ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ലൈവായിട്ട് ചോദിക്കുന്ന അവിടെ ഏത് ആനിമൽ കാണും നമ്മൾ അവർ ലൈവായി കുക്ക് ചെയ്ത് നമുക്ക് തരും. സോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുഡ് പ്രോസസ്സിങ് അതൊന്നും അവർ ഫോളോ ചെയ്യില്ല ചൈനയിൽ മെയിൻലി. ബാക്കി കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ചൈനയിൽ എങ്ങനെ ഫുഡ് പ്രോസസ്സിങ് ക്വാളിറ്റി അതൊന്നും ചെക്ക് ചെയ്യില്ല. ഇവര് ഡയറക്ട്ലി അവര് കുക്ക് ചെയ്യായിരിക്കും ചെയ്യുക. ഒരു ഹെൽത്ത് ഇൻസ്പെക്ഷൻ ഒന്നും നടത്തില്ല. അവര് ലിവിങ് ബീങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ഷൻ ഒന്നും നടത്തില്ല ആനിമൽസിൽ. സോ ഡയറക്ട്ലി അവർ ചെറിയ ഇത് കുക്ക് ചെയ്തിട്ട് കഴിക്കുകയായിരിക്കും ചെയ്യുക. സോ അങ്ങനെ ഈ ഒരു കൊറോണ എഫക്റ്റ് ആയിരുന്ന ഏതോ ഒരു ബാറ്റോ ഏതോ ഒരു ലിവിങ് ബീങ് ഏതോ ഒരു ആനിമലിനോ ബേർഡിനോ അങ്ങനെ ഈ വൈറസ് ക്യാരി ചെയ്യാവുന്നൊരു ബേർഡിനെ ഒരു ഹ്യൂമൻ കഴിച്ചു. സോ ആ വൈറസ് അയാളെ ഹ്യൂമൻ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആയി. പിന്നെ അയാളുടെ ബോഡിയിൽ നിന്ന് അയാൾ ആരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നോ അവർക്കൊക്കെ ഇത് സ്പ്രെഡായി. അപ്പം കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര സിംറ്റംസ് ഒക്കെ ഈ ഫീവർ, ഹെഡേക്ക് അങ്ങനെ കുറെ സിംറ്റംസ്. സോ ഈ സിംറ്റംസ് കണ്ടിട്ട് ഇയാൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഹോസ്പിറ്റലിൽ പോയപ്പോ എന്ന് വെച്ചാൽ ഡോക്ടറെ ചെക്ക് ചെയ്തു. അപ്പൊ നോർമൽ ഫീവർ ആ കോൾഡ് അങ്ങനെയായിരുന്നു അവർ വിചാരിച്ചത്. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള കുറെ കേസസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സെയിം സിംറ്റംസോടെ ഹെഡേക്ക്, ഫീവർ, കോഫ് അങ്ങനെ സിമിലർ ആയിട്ടുള്ള കേസസ്. സോ അവർ ഇതിലെല്ലാം കൂടിയിട്ട് എന്താണ് സിമിലർ കോമൺ ആയിട്ട് എന്താ എഫക്ട് ചെയ്ത് ഇവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഫക്ട് ചെയ്തെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇവർക്ക് മനസ്സിലായത് ഒരു വൈറസ് ആണ് എഫക്ട് ചെയ്തത്. ആ ഒരു വൈറസ് അനലൈസ് ചെയ്തപ്പോൾ ഇന്നവരെ ഇവർ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് വൈറസ് ആയിരുന്നു ഇത്. പിന്നെ കൂടുതൽ അവര് വൈറസിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊറോണ ഫാമിലിപ്പെട്ട ടൈപ്പ് ഓഫ് കൊറോണ വൈറസ് ആയിരുന്നു. യൂഷ്വലി കൊറോണ വൈറസ് ബാറ്റ്സിന് മാത്രം കണ്ടെത്തിയിരുന്ന ഒരു വൈറസ് മാത്രമായിരുന്നു. ബാറ്റ്സിന് മാത്രമേ വൈറസ് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് എങ്ങനെയോ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഹ്യൂമൻസിനും എഫക്ട് ചെയ്ത് തുടങ്ങി. സോ ഇതിന്റെ ഒറിജിൻ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 55 ബില്യൺ ഇയേഴ്സ് ഒക്കെ ഓൾറെഡി ഉണ്ട് ഈ വൈറസ്. അന്ന് സയൻസ് ഇതൊന്നും അത്ര അഡ്വാൻസ് ഇല്ലാത്ത കാരണം ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പിന്നീട് 1930 ഒരു ഹെന്നിൽ ഇത് ഫസ്റ്റ് കണ്ടുപിടിച്ചു ഈ ഒരു വൈറസ്. സോ അന്ന് ഈ വൈറസ് ഇതൊരു കൊറോണ വൈറസ് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. സോ ഹെന്നിൽ ഇങ്ങനെ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒക്കെ കണ്ടു. സോ ഈ റെസ്പിറേറ്ററി ഇഷ്യൂസ് ചെക്ക് ചെയ്തപ്പോൾ ആ ബ്രോണ്ടിസിസ് ഉണ്ടെന്ന് അവര് ഫൗണ്ട് ചെയ്തു. സോ അത് കാരണം അവരെന്ത് ചെയ്തു, ജസ്റ്റ് ഗ്രാജുവലി അത് ലീവ് ചെയ്തു. പിന്നെ 1940s ഇത് വേറെ ബേർഡ്സ്, വേറെ മാമൽസ് അങ്ങനെ ഓരോന്ന് എഫക്ട് ചെയ്യാൻ തുടങ്ങി. സോ അന്ന് ഇത് ഡൊമസ്റ്റിക് ആനിമൽ
ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. പെറ്റ് ആനിമൽസ് അങ്ങനെയല്ല. ഇപ്പോൾ വൈൽഡ് ആനിമൽസിന്റെ കൂടുതൽ എഫക്റ്റ് അവർ അതിൽ അങ്ങോട്ട് അധികം ചെക്ക് ചെയ്യാനൊന്നും പോയിട്ടില്ല. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി 1960 UK-യിലും US-ലും ആയിട്ട് ഹ്യൂമൻസിൽ കണ്ടെത്തി തുടങ്ങി ഈ കൊറോണ വൈറസ്. എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നൊന്നും അറിയില്ല. സോ അങ്ങനെ ഒരു ഇതായിരുന്നു കൊറോണ വൈറസിന്റെ ഒരു ഒറിജിൻ. അവർ കൂടുതൽ റിസർച്ച് ചെയ്തു. 1960-ലൊക്കെ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വൈറസ് ബാറ്റ്സിൽ ഉണ്ടായിരുന്ന ഒരു വൈറസ് ഒരു ഭയങ്കര സിമിലർ ആയിരുന്നുണ്ട്. ബാറ്റ്സിൽ കണ്ടെത്തിക്കൊണ്ടിരുന്ന ഒരു വൈറസും ഈ ഹ്യൂമൻസിൽ കണ്ടെത്തിയ വൈറസും ഭയങ്കര സിമിലർ ആണ്. അപ്പൊ അവര് കൺഫേം ചെയ്തു ഇത് മുന്നേ ഉണ്ടായത് ഒരു കൊറോണ വൈറസ് ഫാമിലിപ്പെട്ട ഒരു വൈറസ് ആയിരുന്നു. ഈ ഫസ്റ്റ് ഹ്യൂമൻസിൽ കണ്ടെത്തിയ വൈറസ് എന്ന് വെച്ചാൽ NL63 ആൽഫ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വൈറസ് ആയിരുന്നു. സോ പിന്നെന്ന് വെച്ചാല് അവരത് എങ്ങനെയോ ഗ്രാജുവലി കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ 2002 പിന്നെ കുറെ വർഷം കഴിഞ്ഞു 2002 SARS-CoV എന്ന് പറഞ്ഞിട്ട് വരുന്നത് ചൈനയില്. അത് കുറെ പേര് എഫക്ട് ചെയ്തു. 2002, 2003 ആ ഒരു ടൈം ലൈനിൽ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കുറെ പേര് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ SARS-CoV അതിന്റെ നെയിം എങ്ങനെയാ വെച്ചാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. അതായത് ഈ വൈറസ് കോസ് ചെയ്യുന്നത് വെച്ചാൽ റെസ്പിറേറ്ററി ഇഷ്യൂസ് ആയിരിക്കും. മെജോറിറ്റി റെസ്പിറേറ്ററി ഇഷ്യൂസ് ആണ് ഈ വൈറസ് കോസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അങ്ങനെ നെയിം ചെയ്തത്. പിന്നീട് MERS-CoV എന്ന് മിഡിൽ ഈസ്റ്റില് 2012, 2015, 2018 ഈ 3 ടൈം ലൈൻസിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. MERS എന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം. ഇത് മിഡിൽ ഈസ്റ്റിൽ വന്നുകൊണ്ട് അങ്ങനെ ഒരു നെയിമിങ്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ള COVID-19 നമ്മൾ ചൈന വുഹാനിൽ കണ്ടെത്തിയ COVID-19. ആക്ച്വലി ചൈന നമ്മൾ മുന്നേ പറഞ്ഞ ഡിസംബർ ആ ടൈമിലായിരുന്നു കണ്ടെത്തിയത്. ബട്ട് ഇത് ആക്ച്വലി നവംബർ ആ ടൈം ലൈനിൽ ഉണ്ടത്. സോ നമ്മളിപ്പം ബേസിക്കലി കാര്യം മനസ്സിലാക്കുക. നമ്മളിപ്പം ഇന്ത്യയുടെ സിറ്റുവേഷൻ നോക്കാമെങ്കിൽ എത്രയോ ഡൗൺ ആയിരുന്നു നമ്മുടെ ഇന്ത്യ. നമ്പർ ഓഫ് കൊറോണ കേസ് വളരെ കുറവായിരുന്നു. ലോക്ക്ഡൌൺ ഒക്കെ കറക്റ്റ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിട്ട് വളരെ ഡൗൺ ആയിരുന്നു. പിന്നെ ഇപ്പം നമ്മളെന്ന് വെച്ചാൽ 4th പൊസിഷനിലാണ്. വേൾഡിൽ 4th പൊസിഷനിലാണ് ഇന്ത്യ നമ്പർ ഓഫ് ആക്റ്റീവ് കേസസിന്റെ കാര്യത്തിൽ. ഫസ്റ്റ് അമേരിക്കയാണ്. അമേരിക്കയുടെ സിറ്റുവേഷൻ വെച്ചാൽ അവിടെ പ്രോപ്പർ ലോക്ക്ഡൌൺ ഒന്നും ഫോളോ ചെയ്തില്ല. അവർ സാധാ പോലെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രോപ്പറായിട്ട് ഇന്ത്യ ഫോളോ അപ്പ് ഒന്നും അവർ ചെയ്യുന്നില്ല. സോ അതേപോലെ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ ഫുൾ എല്ലാ സ്റ്റേറ്റിലെ ഗവൺമെന്റ് ഒക്കെ കുറെ പരിശ്രമിച്ചത്. ബട്ട് നമ്മളൊരു സഹകരണം ഇല്ലാത്ത കാരണം അത് പോസിബിൾ ആയിട്ടില്ല. കുറെയൊക്കെ ലോക്ക്ഡൌൺ കാരണം കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റി. ബട്ട് ഗ്രാജുവലി ആ ലോക്ക്ഡൌൺ ഇത് എല്ലാ ആൾക്കാരും ഭയങ്കര സിമ്പിളായി എടുത്ത് ലോക്ക്ഡൌൺ ഒന്നും അല്ല ജസ്റ്റ് അങ്ങനെ ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ചെറിയ രീതിയിൽ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഒക്കെ വേറെ സ്റ്റേറ്റ്സിലുണ്ട്. കേരളത്തിൽ ഭാഗ്യം കൊണ്ട് ഇതുവരെ കമ്മ്യൂണിറ്റി സ്പ്രെഡ് അങ്ങനെ വന്നിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ വരില്ല എന്നല്ല. ഇന്ത്യയിൽ പല ഭാഗത്തും ഏകദേശം കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഒക്കെ ആയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ സിറ്റുവേഷൻ ഡേ ബൈ ഡേ ഇപ്പം ഇന്ത്യയിലും വേൾഡിലും ഇങ്ങനെ കേസിങ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കാം. സോ ഇതിനൊരു വാക്സിൻ കണ്ടെത്തുന്നവരൊരു എൻഡ് ഉണ്ടാവില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ആ ഫോളോ ചെയ്യണം. ഈ ലോക്ക്ഡൌണിന്റെ ഇതും ഒക്കെ ഫോളോ ചെയ്യണം. ഇപ്പൊ നമ്മൾ വേറെ കണ്ടാമിനേറ്റഡ് സോൺ വന്നെങ്കിൽ നമ്മൾ കൺഫേംലി നമ്മൾ 14 days ക്വാറന്റൈൻ പോയിരിക്കണം. അറ്റ്ലീസ്റ്റ് സെൽഫ് ക്വാറന്റൈൻ എങ്കിലും പോയിരിക്കണം. കാരണം നമുക്കിപ്പോ പറയാൻ പറ്റില്ല. നമുക്കിപ്പോ നമ്മുടെ ബോഡിന്റെ വൈറസ് ഉണ്ടോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ചില കേസ് എന്ന് വെച്ചാൽ 14 ദിവസം പോലും മെഡിക്കൽ അതിന് മുന്നേ വരും. ചിലതിൽ വെച്ചാൽ ഒരു മന്ത് വരെ മോർ ദാൻ 1 month എടുക്കും സിംറ്റംസ് കാണിച്ചത്. ചിലവർ സിംറ്റംസേ കാണിക്കില്ല. സോ അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഓരോരുത്തരും ഇപ്പം ഒരാളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവായി വരും. പിന്നെ വീണ്ടും അതേ സെയിം ഇത് വേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടും അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതൊക്കെ ഒരു പേടിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. നമ്മളെ ഗവൺമെന്റ് ഇപ്പൊ പാനിക് ആകണ്ടെന്നൊക്കെ പറയും. നമ്മൾ പാനിക് ആണ്ടിരിക്കാൻ വേണ്ടിയാണ് അവരെങ്ങനെ പറയുന്നത്, ഒരു ആശ്വാസമാക്കുമല്ല. ബട്ട് ശരിക്കും നമ്മൾ പേടിക്കുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. പാനിക് ആകണം, എന്നാലും അതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. കാരണം നമ്മളിങ്ങനെ ഒന്നുമില്ലാണ്ട് നമ്മളെ ഫ്രണ്ട്സിനെ കാണാനും ഒക്കെ പോകുമ്പോ ഒക്കെ ഇല്ലേ, നമ്മൾക്ക് ഇപ്പൊ ഒരു കൺഫർമേഷൻ ഉണ്ടാവില്ല അവിടെ ഒരു കണ്ടാമിനേറ്റഡ് സോൺ ആവുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. നമ്മൾ അവിടെ നിന്ന് കാരിയറായി വന്നാൽ ഇത് അഫക്ട് ചെയ്യുന്ന കൂടുതൽ നമ്മളെ അടുത്തുള്ള ആൾക്കാരായിരിക്കും. അതായത് നമ്മുടെ പാരന്റ്സിനോ ഗ്രാൻഡ് പാരന്റ്സിനോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ അഫക്ട് ചെയ്യുക. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ വേൾഡിൽ തന്നെ നോക്കുക, ഇപ്പൊ മോർ ദാൻ 74 ആക്റ്റീവ് കേസസും 8 lakh അബൌട്ട് ഡെത്ത്സും ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ 90,000 അബൌട്ട് ഡെത്ത്സും അറൌണ്ട് 3 lakh അബൌവ് ആക്റ്റീവ് കേസസും. സോ നമ്മളെ 4th പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ള ഇന്ത്യ. അമേരിക്കേന്റെ എത്താൻ വേണ്ടി അത്ര ദൂരമൊന്നുമില്ല.
അമേരിക്കേൻ്റെ ഒപ്പം എത്താൻ വേണ്ടി, നമ്പർ 1 ആകാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ടി ഈസി ആയിട്ട് നമുക്ക് ആകാൻ പറ്റും. അത് അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്യലാണ് നമ്മളെ മെയിൻ റെസ്പോൺസിബിലിറ്റി. സോ ബി റെസ്പോൺസിബിൾ. നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് നമ്മൾ പ്രോപ്പറായി ക്വാറന്റൈനൊക്കെ പോവുക. നമ്മൾ അനാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട. ഇപ്പൊ ഈ നമ്മളെ ഗവൺമെന്റ് ഒക്കെ സ്കൂൾ ഇതൊന്നും തുറക്കാന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടികൾക്കൊന്നും എഫക്ട് ചെയ്യാണെന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് ചെറിയ ആൾക്കാരൊക്കെ അഴിച്ചു വിട്ടിരിക്കുന്ന പോലെയാണ് ഉള്ളത്. പാരന്റ്സ് ഒക്കെ പോവാൻ വിട്ടിരിക്കുകയാണ്. അത് ചെറിയ ചെറിയ കുട്ടികൾക്ക് 10 താഴെയുള്ള വയസ്സുള്ള കുട്ടികൾക്ക് മാസ്ക് പോലും യൂസ് ചെയ്യാനാണ് കുട്ടികളൊക്കെ പോകുന്നത്. സോ അതൊക്കെ നോക്കുമ്പോൾ വെച്ചാൽ അവർക്കൊരു ശ്രദ്ധ ഉണ്ടാവില്ല. അവരും മാത്രമല്ല, ഈ അബോവ് 60 ആയിട്ടുള്ള ആൾക്കാരും ഒട്ടും കുറവൊന്നുമല്ല. അവരൊന്നും പ്രോപ്പറായിട്ട് മാസ്ക് ഒന്നും യൂസ് ചെയ്യാനാണ്. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, മാസ്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടില്ല. അത് യൂസ് ചെയ്യുന്ന ഒരു 5 to 6 ആ ഒരു ടൈപ്പ് ഓഫ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിനാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ തരിക. സോ ഈ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്നത്. വൈറസ് ഇപ്പൊ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരാള് ഇപ്പൊ സ്നീസ് ചെയ്തെന്ന് വെച്ചോ, സോ അയാൾ ആ അടുത്തുള്ള ഒരു എയറിൽ എന്ന് വെച്ചാൽ ഇയാളെ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും, മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും എയറിൽ. അത് എത്രയോ ഹവേഴ്സ് അവിടെ നിൽക്കും ആ ഒരു എയറിൽ. സോ അവിടെ വേറൊരാൾ പോകുമ്പോൾ, ഇപ്പം ഞാനിപ്പോൾ അവിടെ പോകാനില്ല, ഞാൻ ഇപ്പൊ മാസ്ക് യൂസ് ചെയ്യുന്നില്ല. സോ ആ ഒരു എയർ ഞാൻ ഇൻഹേൽ ചെയ്യുമ്പോൾ ആ എയറിന്റെ ഒപ്പം ഉള്ള ഈ പാർട്ടിക്കിൾസ്, ഈ വൈറസ് പാർട്ടിക്കിൾസ് നമ്മുടെ ബോഡിയുടെ അകത്ത് എൻ്റർ ആവും. സോ ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാസ്ക് യൂസ് ചെയ്യുന്നത്. ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് മാസ്ക് എങ്ങനെയാ വെച്ചാൽ KN95, N95, LM മാസ്ക്, സർജിക്കൽ മാസ്ക്, അല്ലെങ്കിൽ 5 to 6 ലെയർ മാസ്ക്, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മാസ്ക് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി, അതിനൊരു രീതി ഉണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന N95 മാസ്ക് ആണ്. നമ്മൾ ഫുള്ള് ഫേസ് കവർ ചെയ്യുന്ന രീതി ഇതാ. നമ്മൾ നോസും മൗത്തും ഫുള്ള് കവർ ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാൻ. ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ടും ഇങ്ങനെയൊക്കെ താത്തി വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. മാസ്ക് നമ്മളെ പ്രൊട്ടക്ഷൻ, നമ്മളിൽ നിന്ന് വേറൊരാളെ എഫക്റ്റ് ആകാണ്ടിരിക്കാൻ, നമ്മളെ ഡ്രോപ്ലെറ്റ്സ് വേറൊരാളെ അടുത്തേക്ക് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാസ്ക് യൂസ് ചെയ്യുന്നത്. ഇത് ഈ കൊറോണ വൈറസ് ഉള്ള വ്യക്തികൾ മാത്രമല്ല മാസ്ക് യൂസ് ചെയ്യേണ്ടത്, എല്ലാത്തവരും മാസ്ക് യൂസ് ചെയ്യണം. ഇത് 100% ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഹെൽത്ത് വർക്കേഴ്സിന് ഇങ്ങനെ ഫുൾ, അതായത് ബോഡി ഷീൽഡും ഫേസ് ഷീൽഡും കോസ്റ്റ്യൂംസും എല്ലാം മാസ്കും എല്ലാം ഇട്ടിട്ട് തന്നെ അവർക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവരൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ നഴ്സസ് ഒക്കെ ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്യുന്നതും ഫുഡും ഉറക്കവും ഒക്കെ ഒഴിച്ചിട്ട് അവോയ്ഡ് ചെയ്തിട്ട് അവര് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അവര് കളിക്കുന്നത്. സോ നമ്മളത് മിസ്യൂസ് ചെയ്യാമെങ്കിൽ അതിന്റെ അർത്ഥം പിന്നെ എന്താണ് അവർ കഷ്ടപ്പെടുന്നതിന്റെ അർത്ഥം? അവർ കഷ്ടപ്പെടുന്നത് വെറുതെ ഇല്ലേ? നമ്മളത് മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക, നമ്മൾ അനാവശ്യം പുറത്തിറങ്ങാണ്ടിരിക്കുക. അത് നമ്മൾ അത് ചിന്തിക്കണം. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഈ ഒരു സെൽസ് ഉണ്ടാവും. ഹ്യൂമൻ ബോഡി, ഈ വൈറസ് നമ്മുടെ സെൽസിൽ നേരെ ഡയറക്റ്റ് വരും. അപ്പൊ ഈ സെൽസിനെ അവർ കൺവേർട്ട് ചെയ്യും, അവർ വൈറസ് ഫാക്ടറി ആയിട്ട് ഇവർ മാറ്റും. കുറെ വൈറസ് അവർ ഉണ്ടാകും. എസ്പെഷ്യലി ഇത് ആറ് ടൈപ്പ് വൈറസ് ആകുമ്പോൾ ഇത് മ്യൂട്ടേറ്റ് ആവും. ഇത് മ്യൂട്ടേറ്റ് ആയിട്ട് വേറെ രീതിയിൽ ഇൻക്രീസ് ആയിട്ട് നമ്മുടെ ബോഡി കൂടെ പാസ് ചെയ്യും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ചിലപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മൾ മനസ്സിൽ കരുതിയിട്ട് വേണം പുറത്തിറങ്ങാനൊക്കെ. അനാവശ്യമായിട്ട് പുറത്തിറങ്ങാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്തിനു നമ്മൾ പോകണം? ഇതൊരു വെക്കേഷൻ അല്ല, ഇത് ആക്ച്വലി ഒരു വൈറസിന്റെ ഒരു സമയമാണ്. വൈറസിന് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോ അതിനനുസരിച്ച് നമ്മൾ നീങ്ങണം. ഇപ്പം ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടും അതിനൊക്കെ പോകുന്നതാണ്. അവർക്ക് പൈസ വേണം ജീവിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കാരിയർ, നമുക്കിപ്പോൾ ഒരു ആവശ്യമില്ലാണ്ട് പുറത്തിറങ്ങിട്ട് എന്തിനും നമ്മൾ പുറത്തിറങ്ങുന്ന ഒരു ആവശ്യമില്ലാണ്ട് കളിക്കാൻ ഇതാക്കാൻ ഇനിയും സമയമുണ്ട്. കളിക്കാനും ഒക്കെ ഫ്രണ്ട്സിനെ കാണാനും ഒക്കെ ഇനിയും ടൈമുണ്ട്. ഈ കൊറോണ കഴിഞ്ഞിട്ട് നമുക്ക് ടൈമുണ്ട്, കൺട്രോൾഡ് ആയ ടൈമുണ്ട്. ഇപ്പൊ വേൾഡ് വൈഡ് തന്നെ നോക്കാം, ഇപ്പൊ ന്യൂസിലാൻഡ് മാത്രമാണ് കൊറോണ ഫ്രീ. സോ ഇതെന്തുകൊണ്ട് ന്യൂസിലാൻഡ് കൊറോണ ഫ്രീ ആയിരുന്നു? ഈ ചൈനയിൽ ഈ കൊറോണ വൈറസ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് മുതൽ ഫുൾ ഒബ്സർവ് ചെയ്യുന്നത് ന്യൂസിലാൻഡ്, ചൈനയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അവിടെ നിന്ന് ആരൊക്കെ വരുന്നത്, സോ എവിടെയൊക്കെ സ്പ്രെഡ് ആയി. സോ ഈ ന്യൂസിലാൻഡ് അതിനനുസരിച്ച് കറക്റ്റ് പ്രിപ്പറേഷൻസ് എടുത്തിട്ട് പ്രോപ്പർ ലോക്ക്ഡൌണും എല്ലാം അവർ ചെയ്തു. അവിടുത്തെ ആൾക്കാർ, പുറത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ പ്രോപ്പറായിട്ട് 14 ഡേ ക്വാറന്റൈൻ ചെയ്തു. ആ ക്വാറന്റൈൻ ഒക്കെ സക്സസ്ഫുൾ ആയിരുന്നു. അവർ പ്രോപ്പറായി ക്വാറന്റൈൻ ഫോളോ ചെയ്തു. പിന്നെ അവിടെ സിറ്റിസൺസ് റെസ്പോൺസിബിൾ ആയിരുന്നു. അവർ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർ കോസ് ചെയ്തില്ല. ഗവൺമെന്റ് എല്ലാം കറക്റ്റ് ഫോളോ ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ എന്താ, ന്യൂസിലാൻഡ് ഇപ്പൊ കൊറോണ ഫ്രീ ആണ്, ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തില്ല ഇപ്പം. അതാണ്. സോ നമ്മുടെ ഇന്ത്യ അതേപോലെ ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമായിരുന്നു. സോ നമ്മൾ അത് മിസ്യൂസ് ചെയ്യും. ഇപ്പൊ അൺലോക്കിംഗ് ചെയ്തേ പറ്റൂ. കാരണം
ഫണ്ട് ഇഷ്യൂസ് ഒരുപാട് വരുന്നുണ്ട്. സോ അൺലോക്കിംഗ് ഇസ് നെസസറി. അൺനെസസറി അല്ല ഈ അൺലോക്കിംഗ്. കാരണം പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് എല്ലാം ഫ്രീ ആക്കി വിടാനും പറ്റില്ല, എല്ലാം ഫ്രീ സപ്ലൈസും ചെയ്യാൻ പറ്റില്ല. സോ ആ സിറ്റുവേഷൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് ഈ കൊറോണ വൈറസ് വരുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കണ്ടാമിനേറ്റഡ് പേഴ്സൺ സ്നീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ ഇവരെ വായുന്ന ഒരു മുക്കുന്ന ഡ്രോപ്ലെറ്റ്സ്, ആ ഡ്രോപ്ലെറ്റ്സ് ഇപ്പോൾ എയറിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ, വെദർ ഇറ്റ്സ് വുഡ്, സ്റ്റീൽ, പ്ലാസ്റ്റിക്, എനിവേ, അത് കുറേ ടൈം പീരീഡ് ഉണ്ട് അതിന് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ടൈം പീരീഡ്. ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നമ്മളിപ്പം ആ കണ്ടാമിനേറ്റഡ് ഏരിയ പോയി അത് നമ്മൾ ഇൻഹേൽ ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കൊറോണ വൈറസ് ആകുമ്പോൾ ത്രോട്ടിലേക്കായിരിക്കും പോവുക. ത്രോട്ടിൽ പോയിട്ട് സോർനെസ്സും ഡ്രൈ ത്രോട്ടും ത്രോട്ട് പെയിനും ഹെഡ് ഏക്ക് അങ്ങനെ കുറേ സംഭവം കോസ് ചെയ്യും. അതൊക്കെ എൻ്റെ സിംറ്റംസ് ആണ്. നമ്മുടെ ലങ്സിൻ്റെ അകത്ത് ഈ വൈറസ് പോയി ഇൻഫ്ലമേഷൻ കോസ് ചെയ്യും. ഈ ഇൻഫ്ലമേഷൻ കാരണം ഈ ലങ്സിന്റെ ഫ്ലൂയിഡ് ഇങ്ങനെ കെട്ടിക്കിടക്കും. സോ ഈ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നതിനനുസരിച്ചിട്ട് അക്യുമുലേറ്റ് ആകുന്നതനുസരിച്ചിട്ട് നമ്മളെ ഓക്സിജൻ സപ്ലൈ, നമ്മുടെ ബ്ലഡ് സെൽസിലേക്ക് ലങ്സ് ആണ് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. സോ അത് ഗ്രാജുവലി കട്ട് ആവും. സോ നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവും. സോ നമ്മൾ ആർട്ടിഫിഷ്യൽ ഓക്സിജൻ നമുക്ക് തരേണ്ടി വരും. അതായത് നമ്മൾ ഓക്സിജൻ മാസ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്ത് തരും. സോ അതിലും സിവിയർ കേസ് എന്ന് വെച്ചാൽ ഓക്സിജൻ മാസ്കിനെ കൊണ്ട് നമുക്ക് ഓക്സിജൻ ഇൻഹേൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സ് യൂസ് ചെയ്യും. ഈ വെന്റിലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലങ്സിനകത്ത് ഡയറക്റ്റ്ലി ഒരു പൈപ്പ് യൂസ് ചെയ്ത് നമ്മൾ വിൻ പൈപ്പ് കൂടെ ഉള്ളിലേക്ക് വെക്കും. എനിക്ക് 2 ലങ്സിലും ഈക്വലി കിട്ടുന്ന പോലെ അവർ സെറ്റ് ചെയ്യും ആ ഒരു പൈപ്പ്. എന്നിട്ട് നമ്മളെ ഇവിടെ വായിൽ ടേപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് അവർ മെക്കാനിക്കൽ വെന്റിലേറ്റർ വഴി ഡയറക്റ്റ്ലി നമ്മൾ ലങ്സിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്യാനും ചെയ്യുക. അത് സിവിയർ കേസിലാണ്. അത് നമ്മൾ ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് വെന്റിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ നമ്മുടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഈ ഹോസ്പിറ്റലൊക്കെ വെന്റിലേറ്റേഴ്സും ഐസൊലേഷൻ ബെഡ്സൊക്കെ വളരെ കുറവായിരിക്കും. നമ്മൾ അശ്രദ്ധ കാരണം വേറെ ആൾക്കാർക്ക് കമ്മ്യൂണിറ്റി സ്പ്രെഡൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുറേ പേരെ മരിക്കാൻ നമ്മൾ വിടേണ്ടി വരും. കാരണം എല്ലാവരും വേറെ വഴി ഉണ്ടാവില്ല. കാരണം അത്രയും ഇമ്പോസിബിൾ ആയിരിക്കും. കാരണം അതിനുള്ള ടൂൾസ് എക്യുപ്മെന്റ്സ് ഒന്നും നമ്മളെ വേൾഡിന്റെ കയ്യിലില്ല. വേൾഡിൽ നമ്മുടെ ഇന്ത്യന്റെ കയ്യിൽ ഉണ്ടാവില്ല. അത്രയും ആൾക്കാരെ അഫോർഡബിൾ ആയിരിക്കില്ല ഇന്ത്യക്ക്. സോ നമ്മൾ പ്രോപ്പറായിട്ട് അതൊക്കെ ഫോളോ ചെയ്യുക. അൺനെസസറി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. സാധനം വാങ്ങാൻ അങ്ങനത്തെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതും പ്രോപ്പറായിട്ട് മാസ്ക് യൂസ് ചെയ്യുക. ഫുൾ ഫേസ് കവർ ചെയ്യുന്ന രീതിയിൽ മാസ്ക് യൂസ് ചെയ്യുക. എല്ലാ ദിവസവും പുറത്തിറങ്ങാണ്ടിരിക്കുക. കാരണം നമ്മളൊരു ക്യാരിയർ ആവാൻ പറ്റും. എങ്ങനെ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ പോയിട്ടില്ല നമുക്ക് 100% ഷുവറായിട്ട് പറയാൻ പറ്റും, ഇല്ല. സോ നമ്മൾ അതൊക്കെ ചിന്തിച്ചിട്ട് വേണം പുറത്തിറങ്ങാനും കളിക്കാനും ഒക്കെ പോകുമ്പോൾ. എവിടെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം. സോ അതൊക്കെ ചിന്തിച്ച് മനസ്സിൽ വെക്കണം നമ്മൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എവിടെ പോകുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കണം. സോ എവരിവൺ എല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് എവരിവൺ ഷുഡ് ഫോളോ ദിസ്. അപ്പൊ നമുക്ക് ഗ്രാജുവലി ഓരോ കേസ് ഇങ്ങനെ കുറഞ്ഞു വരും. ഇത് കാരണം ഇത് ഔട്ട് ഓഫ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു വസ്തുവും ചെയ്യാൻ പറ്റില്ല. വാക്സിൻ വരുന്നവരെ നമ്മൾ ഇത് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് പറ്റൂ. സോ ഐ ഹോപ്പ് എവരിവൺ ലൈക്ക് ദിസ് വീഡിയോ. So please share, like and subscribe. Thank you. Stay home, stay safe.